തൃശ്ശൂരിൽ BJPയുടെ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തൃശ്ശൂരിലെ നിയമസഭാ മണ്ഡലങ്ങളെ പൂർണ്ണമായിട്ടും വിജയത്തിലേക്ക് എത്തിക്കുന്നതിനായിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പ്രവർത്തകരെ സജ്ജമാക്കുന്നതിനായിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടമെന്നോണം പ്രവർത്തകരെ പൂർണ്ണമായിട്ടും ഗ്രൗണ്ട് തലത്തിലേക്ക് ഇറക്കുക എന്നുള്ള നിലപാടോടുകൂടി തൻ്റെ ആദ്യത്തെ കടമ എന്നുള്ള രീതിയിലേക്ക് തൃശ്ശൂരിലെ ഓരോ ചുവരുകളിലും താമരകൾ നിവർന്നു നിൽക്കണം, അല്ലെങ്കിൽ വിരിഞ്ഞ് നിവർന്നു നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം താമര വരച്ചുകൊണ്ട് പ്രവർത്തകരെ വലിയ രീതിയിൽ ആവേശത്തിലാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അദ്ദേഹം ഇപ്പോൾ താമര വരച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും തൃശ്ശൂരിലെ പ്രവർത്തകരെ നിയമസഭാ തെരഞ്ഞെടുപ്പിനായിട്ട് സജ്ജമാക്കുകയാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നന്ദാജി പ്രവർത്തിക്കുന്ന സമയം മുതൽക്ക് തന്നെ തൃശ്ശൂർ BJPയുടെ ഒരു വിജയത്തിൻ്റെ ഒരു കോട്ടയായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ള നിലപാടോട് കൂടിയിട്ടാണ് അദ്ദേഹവും പ്രവർത്തിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി വിജയിച്ചു വന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്. അപ്പോൾ എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ BJPയെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിർണായകമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള ഒരു ജില്ലയാണ്. BJPക്ക് ആദ്യമായിട്ട് ഒരു MP ഉണ്ടായി എന്നുള്ളതിലുപരിയായിട്ട് ആ MP ഉണ്ടായ സമയത്ത് തന്നെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ അന്ന് 6 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ആയിരുന്നു ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നത്. ചരിത്രപരമായിട്ടുള്ള ഒരു വലിയ വിജയം കൂടിയായിരുന്നു. 14,000-ൽ മുകളിൽ വോട്ടുകൾ നേടിക്കൊണ്ട്, ലീഡ് നേടിക്കൊണ്ട് നാട്ടിക പോലെയുള്ള മണ്ഡലങ്ങളിൽ പോലും സുരേഷ് ഗോപി വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. നമ്മൾക്കറിയാം, താമര ചിഹ്നത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് BJP വോട്ട് ചെയ്യാൻ ഒരു തരത്തിലുള്ള മടിയുമില്ല. മികച്ച സ്ഥാനാർത്ഥികളും മികച്ച ലക്ഷ്യമുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയിട്ടുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ ഇടതുപക്ഷത്തിനെയും കോൺഗ്രസിനെയും പൂർണ്ണമായിട്ടും തഴഞ്ഞുകൊണ്ട് BJP വോട്ട് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൃശ്ശൂരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇതുപോലെ ഒരു പ്രവർത്തന പദ്ധതികളുമായിട്ട് BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനായിട്ടുള്ള നിതിൻ നബീൻ ഇപ്പോൾ തൃശ്ശൂരിലെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും, പ്രവർത്തകർക്ക് വലിയ ആവേശം നൽകുന്ന രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ വലിയ ഒരു ദീർഘവീക്ഷണവുമുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹമെന്ന്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളിൽ നിന്ന് വലിയ നേട്ടങ്ങൾ കേരളത്തിലെ BJP ഘടകത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് BJPയുടെ നേതൃത്വം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അണികളുടെ ഭാഗത്തു നിന്നും അതേ രീതിയിലുള്ള വലിയ വലിയ നിലപാടുകളാണ്, അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ അണികളുടെ ഇടയിലേക്ക് എത്തിച്ചു നൽകുന്നതിലും അദ്ദേഹം വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ BJPയുടെ മുഴുവൻ അണികളും.
Fourth generation
leader of the Bharatiya Janata Party,